വീണ്ടും ഒരു റാഗിംഗ് മരണം കൂടി. സ്വന്തം മകന്റെ മരണം വാർത്തയിലൂടെ അറിയേണ്ടി വരുന്ന ഒരു അച്ഛന്റെയും അമ്മയുടെയും അലമുറയിട്ടുള്ള കരച്ചിലാണ് ഇന്ന് എല്ലാ മാധ്യമങ്ങളിലും കാണാനാവുന്നത്. കണ്ണൂർ ഡെന്റൽ കോളേജ് 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജാണ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത്. നിതിന്റേതെന്ന് അവകാശപ്പെടുന്ന ഓഡിയോ ക്ലിപ്പിൽ പറയുന്ന പ്രകാരം നിതിന്റെ മരണത്തിന് കാരണമായ ദുരൂഹ സാഹചര്യമാണ് കടുത്ത റാഗിങ്ങും വർണ്ണവിവേചനവും. അതും വിദ്യ പകർന്നു നൽകേണ്ട അധ്യാപകർ അടക്കം ഇതിന് പിന്നിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന വസ്തുത തന്നെയാണ്. ഈ മരണത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് പല നേതാക്കളും ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ഈ മരണം കേവലം അധ്യാപകരുടെ സസ്പെൻഷനിൽ ഒതുക്കാതെ ഊർജിത അന്വേഷണം വേണമെന്നാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഒന്ന് ചോദിച്ചോട്ടെ, ഇതിനു മുമ്പും കേരളത്തിൽ ഇത്തരത്തിൽ റാഗിംഗ് മൂലം ആത്മഹത്യ ചെയ്തവരും കൊല ചെയ്യപ്പെട്ടവരും ഉണ്ടായിട്ടില്ലേ? അന്നും ഇത്തരം ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് എത്ര പ്രതികൾക്ക് ശിക്ഷ കിട്ടി? എടുത്തു പറയുകയാണെങ്കിൽ മഹാരാജാസ് കോളേജിൽ 7 വർഷങ്ങൾക്ക് മുമ്പ് കൊല ചെയ്യപ്പെട്ട അഭിമന്യു മുതൽ 2024 മരണപ്പെട്ട സിദ്ധാർത്ഥനെ വരെ നമുക്ക് ഓർത്തേ മതിയാവൂ. ഇവർക്കെല്ലാം നീതി ലഭിച്ചോ? ഇന്നും രക്തസാക്ഷിത്വം കൊണ്ടാടുന്ന അഭിമന്യുവിന് ലഭിച്ചോ ഇപ്പറയുന്ന നീതി? എല്ലാം കാലത്തിന്റെ കുത്തൊഴുക്കിൽ മാഞ്ഞു പോവുക മാത്രമാണ് ഉണ്ടായത്. എന്നാൽ വീണ്ടും വീണ്ടും ഇതെല്ലാം നമ്മൾ ഓർക്കുന്നതോ ഇത്തരത്തിൽ റാഗിംഗ് മൂലം മരണങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമാണ്. ക്രൂരമായ റാഗിങ്ങിനെ തുടർന്നാണ് 2024 വയനാട്ടിലെ പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥ് ജീവനൊടുക്കിയത്. കേസിൽ വലിയ രീതിയിലുള്ള അട്ടിമറികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിരുന്നു. SFI പ്രവർത്തകരാണ് പ്രതികൾ എന്നതുകൊണ്ട് തന്നെ പലവിധത്തിൽ നടപടിക്രമങ്ങൾ വൈകിപ്പിക്കാൻ ശ്രമം നടന്നതുമെല്ലാം ഈ അവസരത്തിൽ സ്മരിച്ചേ മതിയാവൂ. മാത്രവുമല്ല, ഈ കേസിൽ പ്രതികൾക്ക് പഠിക്കാൻ അവസരം നൽകി ഉത്തരവിറക്കിയ കോടതി പഠനം ബാക്കി വെച്ചു മരണത്തിനു കീഴടങ്ങേണ്ടി വന്ന സിദ്ധാർത്ഥനെ എന്തുകൊണ്ടോ ഓർക്കാതെ പോയി. അപ്പോഴും സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ഇടപെട്ടാണ് ഈ നടപടിക്കും സ്റ്റേ വാങ്ങിച്ചത്. ഇവിടെ സർക്കാരല്ല, തൻ്റെ മകനു വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചത് ആ മാതാപിതാക്കൾ തന്നെയായിരുന്നു. ഇനി അഭിമന്യുവിന്റെ കൊലപാതകം എടുത്തു നോക്കിയാൽ അതും ഇപ്പോഴും ഇങ്ങനെ നീണ്ടുപോവുക തന്നെയാണ്. 16ഓളം പ്രതികളും 125ഓളം സാക്ഷികളും ഉണ്ടെന്ന് പറയുന്ന ഈ കൊലക്കേസും അവസാനം കാണാതെയാണ് നിൽക്കുന്നത്. അഭിമന്യുവും ക്യാമ്പസ് റാഗിങ്ങിനും ജാതി വേട്ടയാടലിനുമെല്ലാം ഇരയായിരുന്നു. ഇങ്ങനെ എത്രയെത്ര ഇരകൾ കേരളത്തിൽ ഇതിനോടകം ഉണ്ടായി. റാഗിംഗ് ക്യാമ്പസുകളിൽ നിരോധിച്ചെന്നും റാഗിംഗ് ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയാണ് സർക്കുലറുകൾ പ്രകാരം ഉള്ളതെന്നും പറയുമ്പോഴും എത്ര പേർ ഈ സർക്കുലറിൽ പറയുന്ന നടപടികൾക്ക് വിധേയരായിട്ടുണ്ട്? എത്ര പേർക്ക് ശിക്ഷ ലഭിച്ചിട്ടുണ്ട്? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാനാവുമോ സർക്കാരിനോ ഭരണകൂടത്തിനോ? ഇനി നിതിൻ രാജിന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തീർപ്പുണ്ടാവുമോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. നിതിൻ രാജിനെ കടുത്ത റാഗിങ്ങിന് ഇരയാക്കിയ, മാനസികമായി തളർത്തി അവനെ മരണത്തിലേക്ക് നയിച്ച പ്രതികളെ കണ്ടെത്താനും അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനും നമ്മുടെ ഭരണകൂടത്തിന് സാധിക്കുമോ? എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, അഭിമന്യുവിന്റെയും സിദ്ധാർത്ഥന്റെയും മാതാപിതാക്കളെ പോലെ ഇനി നിതിൻ രാജിന്റെ മാതാപിതാക്കളും തൻ്റെ മകന്റെ നീതിക്കായി കോടതി കയറിയിറങ്ങേണ്ടി വരുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും. എന്തായാലും ഇത്തരം നീചപ്രവർത്തികൾ ഇനിയെങ്കിലും കേരളത്തിൽ അരങ്ങേറാതെ നിൽക്കാനും ജാതി മത വർണ്ണ വിവേചനങ്ങളില്ലാതെ എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഒരുക്കാൻ സർക്കാരിന് സാധിക്കുമോ? അതോ ഇനിയൊരു അഭിമന്യുവും സിദ്ധാർത്ഥനും നിതിനും ഉണ്ടാവാതിരിക്കാൻ ഇനി ജാതി വ്യവസ്ഥയിൽ താഴെ തട്ടിലുള്ള വിദ്യാർത്ഥികൾ കോളേജുകളിൽ പോവാതിരിക്കുന്നതാണോ ഇതിനുള്ള പരിഹാരം? അറിയില്ല. എന്തുതന്നെയായാലും ഇനി ഇങ്ങനെയൊരു നടുക്കുന്ന സംഭവം ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.